ഈ ഹൈ റേഞ്ചിലുള്ളവർക്ക് ഈ ജീപ്പ് ഒരു വികാരമാണ്. അതായത് ഒരുപാട് വണ്ടികൾ വന്നിട്ടും ഇന്നും ഈ ഹൈ റേഞ്ചിൽ ജീപ്പുണ്ട്. അതിൻ്റെ കാരണം ഈ കുന്നുമലയൊക്കെ ഇടിച്ചു കയറി തന്നെ വേറൊരു വണ്ടി ഇതിനോളം പോകുന്നൊരു വണ്ടി വേറെ ഇല്ല. അപ്പോൾ ഇന്ന് നമ്മളുള്ള ഇടുക്കി വെള്ളത്തൂവലാണ്. വെള്ളത്തൂവലിൽ ബിനു എന്ന് പറയുന്ന ആൾ ഒരു കുഞ്ഞ് ജീപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഇത് ഈ കുഞ്ഞൻ ജീപ്പിന്റെ പിന്നിലുള്ള രഹസ്യം? കുഞ്ഞൻ ജീപ്പ് അത് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതുപോലെ തന്നെ എനിക്കും ഇഷ്ടമാണ്. മേജർ മോഡൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഭംഗിയാണ് വണ്ടി കാണാനും. അപ്പം ആ ഒരു മേജർ മോഡൽ ഒരു ഇലക്ട്രിക് ഉണ്ടാക്കാൻ തീരുമാനിച്ച് ചെയ്തതാണ്. ഇത് ശരിക്കും എൻ്റെ ഒരു കസിൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം ഉണ്ടാക്കി ഇതിൻ്റെ ഒരു ഒറിജിനാലിറ്റി തന്നെ ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് അങ്ങനെ ചെയ്തതാണ് വാഹനം. ഫുള്ള് ഹോം മെയ്ഡായിട്ട് തന്നെ നിർമ്മിച്ചതാണ്. ഇവിടെ തന്നെ വീട്ടിലിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്താണ് മൊത്തം. നമ്മൾ ഇതിൻ്റെ സൈസ് മൊത്തത്തിൽ ചെറുതാക്കി ഷീറ്റും തൈഡും പൈപ്പുകളെല്ലാം വാങ്ങിച്ച് മൊത്തം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ വലിപ്പം എങ്ങനെയാണ് ചേട്ടൻ തീരുമാനിക്കുന്നത്, എങ്ങനെ പണിയണമെന്ന്? ഇതിൻ്റെ വലിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർക്ക് വേണ്ടി ഇത് അപ്പോൾ ആ ഒരു ഇത്ര സൈസ് മതി എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഞാനത് നമുക്ക് അതിന് പറ്റിയൊരു ടയറ് ഏത് പറ്റുമെന്ന് നോക്കി അപ്പോൾ ഒരു ടാറ്റ ഐസിൻ്റെ ടയറിന് അനുസരിച്ചിട്ട് ഡിസൈൻ ചെയ്തെടുത്തത്. ഇത് ഉണ്ടാക്കി ഇട്ടിട്ട് ഒരു 2-3 വർഷമെങ്കിലും ആയിട്ടുണ്ട്. രണ്ട് വർഷം മറ്റേ മേലെ ആയിട്ടുണ്ട്. പിന്നെ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു 8 മാസം ഒക്കെ എടുത്തിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്തതല്ല, അല്ലാതെ നമുക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന് പൈസ വന്നേക്കുന്നത് 3 ലക്ഷം രൂപ അടുത്തോളം മുടക്ക് വന്നിട്ടുണ്ട്. ഇത് 4 വീൽ ഡ്രൈവ് ആണ്. പിന്നെ ഹൗസിങ് ജോയിൻറ്റുകൾ, ഇതിൻ്റെ മോട്ടർ, ബാറ്ററി, മെറ്റൽ പടത, ഗ്ലാസ് ഫ്രെയിം ഇതെല്ലാം ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ്. ഗ്ലാസ് ഫ്രെയിം എല്ലാം ഓപ്പൺ ചെയ്യാവുന്ന ടൈപ്പാണ്. എല്ലാം വർക്കിംഗ് ആണ്. വൈപ്പർ വർക്കിംഗ് ആണ്. ലൈറ്റുകളെല്ലാം വർക്കിംഗ് ആണ്. എല്ലാ സാധാ വണ്ടിയുടെ ഈ വണ്ടിയുടെ എങ്ങനെയുണ്ടോ അതുപോലെ തന്നെയാണ് അതും. എല്ലാ സംവിധാനങ്ങളും വർക്ക് ചെയ്യുന്നതാണ്. 4 വീൽ ഡ്രൈവിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈയും ലോയും എല്ലാം വർക്കിംഗ് ആണ്. ഇതിൻ്റെ സ്പീഡ് ലിമിറ്റേഷൻ 25 കിലോമീറ്റർ സ്പീഡിലേ ഓടുള്ളൂ. ഒറ്റ ചാർജിങ്ങിൽ 75 കിലോമീറ്റർ ഇതിന് മൈലേജ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മോട്ടർ ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1200 വാട്ട്സിൻ്റെ BLDC മോട്ടറാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഓൺലൈനിൽ വാങ്ങിച്ച് ഒറ്റ മോട്ടറാണ് വെച്ചിട്ടുള്ളൂ. ബാറ്ററി വെച്ചിരിക്കുന്നത് 12 വോൾട്ടിൻ്റെ 4 ബാറ്ററിയാണ്. 48 വോൾട്ട് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ 4 ബാറ്ററി നമ്മൾ സാധാരണ ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വണ്ടി ഓടുമ്പോൾ തന്നെ ചാർജ് കയറാൻ പാകത്തിനൊരു സംവിധാനം കൂടെ ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പം ഞാൻ ആ സംവിധാനം ചെയ്ത പിന്നെ എനിക്ക് 1 മണിക്കൂറോട് കൂടുതൽ 75 എന്നുള്ള 100 കിലോമീറ്ററോളം മൈലേജ് ഇതിന് കിട്ടുന്നുണ്ട്. ഷാപ്പിൻ്റെ ഇതിനൊന്നും പോയിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാനത് ആദ്യം ചെയ്സ് വേണത് ഉണ്ടാക്കിയെടുത്ത്, എന്നിട്ട് അതിൽ ബാക്കി നമ്മുടെ കംപ്ലീറ്റ് മെഷർ അലൈൻമെൻറ്റ് വെച്ചിട്ട് ബാക്കി ലീഫ് സെറ്റും കാര്യങ്ങളെല്ലാം പിടിപ്പിച്ച് പിന്നെ നമ്മൾ അവിടെ വെച്ച് തന്നെ ഗിയർ ബോക്സ് അസംബ്ലി ഡിസൈൻ ചെയ്ത് അങ്ങനെ ഇതുവരെയായിട്ട് എടുത്താക്കി ബാക്കി ബോഡി കയറ്റി പിടിപ്പിക്കുകയാണ് ചെയ്തത്. ചില പീസുകളെല്ലാം ഡ്രോ ചെയ്ത് എടുത്തായിരുന്നു. ബാക്കിയുള്ള പീസുകളൊക്കെ പിന്നെ എല്ലാം കണക്കുകൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത്. ഗിയർ ബോക്സിലാണ് 4 വീൽ ഡ്രൈവ് ഉണ്ടാക്കാൻ തന്നെയാണ് ബുദ്ധിമുട്ട്. ഫ്രണ്ടും ബാക്കും എല്ലാം ഒരേ ടൈം പിടിച്ച് കറങ്ങുമ്പോൾ എല്ലാം ഒറ്റ കറക്കത്തിലായിരിക്കണമല്ലോ, ഒരേ രീതിയിൽ തന്നെ കറങ്ങണ്ടേ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതുണ്ടാക്കി ഡിസൈൻ ചെയ്തെടുക്കാനായിട്ട് ഇച്ചിരി പാടായിരുന്നു ഗിയർ ബോക്സ് ഡിസൈൻ ചെയ്യാനായിട്ട്. അതിനൊരു തന്നെ ഒരു 3 മാസമൊക്കെ ഇരുന്നിട്ടുണ്ട്. ഒത്തിരി പ്രാവശ്യം ഉണ്ടാക്കി പിന്നെ വെട്ടിപ്പൊളിച്ച് മാറ്റി അങ്ങനെ രാത്രി പകലൊക്കെ ഇരുന്ന് ഉണ്ടാക്കിയെടുത്തതാണ്. പഠിച്ചതൊക്കെ എന്താ? ഞാൻ 10ാം ക്ലാസ് പഠിച്ചു. ജീപ്പിൻ്റെതായ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എയർ വിൻഡോയുടെ ഇത് ഉണ്ട്, അത് ഞാൻ ചെറുതാക്കിയിട്ടുണ്ട്. ഈ ഫ്രെയിം ജീപ്പിൻ്റെയാണ്, അത് നമ്മൾ കട്ട് ചെയ്ത് ഇതാക്കിയെടുത്തേക്കുന്നത്. ഫ്രെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതുണ്ട് ഗ്ലാസിൻ്റെ, ഈ ഗ്ലാസിൻ്റെ ഇത് ഇൻഡിക്കേറ്റർ ജീപ്പിൻ്റെ തന്നെയാണ്. ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബാറ്ററി ഊരിയിട്ടാണോ? അല്ല, ഇത് തന്നെ ചാർജ് ചെയ്യാം. ചാർജർ ഇരിപ്പുണ്ട്,
ചാർജർ ഉണ്ടാക്കിയതാണ്. ചാർജർ പുറത്ത് കൊടുത്തത്. ബാറ്ററി ഒന്ന് കാണാമോ? കാണാം. തുറക്കട്ടെ. ചെറിയ ബോണറ്റ്, ഇതെല്ലാം തകടിൽ ചെയ്തെടുത്താൽ. ഇതെല്ലാം തകട് ചെയ്തെടുത്താ. 4 ബാറ്ററി വെച്ചിട്ടുണ്ട്. 4 ബാറ്ററി വെച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ ജീപ്പിന്റെ ഒരു ബാറ്ററിയുടെ തന്നെ 4 ബാറ്ററി വെച്ചിട്ടുണ്ട്. എത്ര ആമ്പിയർ വരുന്ന അറിയാവോ? ഇത് ബാറ്ററി 60 AH ആയിരുന്നു. 60 AH ബാറ്ററി ആണല്ലേ. അപ്പൊ ഇത് ബാറ്ററി മാത്രമാണ് ഇപ്പൊ ഇതിന് വെയിറ്റ് വരുന്നത്. മോട്ടറും വരുന്നുണ്ട്. ഇത് റേഡിയേറ്റർ വാന്റെ ഒമിനി വാന്റെ റേഡിയേറ്റർ വെച്ചിരിക്കുന്നത്. അല്ല, ഇത് ഇലക്ട്രിക് ആണല്ലോ, അപ്പൊ പിന്നെ റേഡിയേറ്ററിന്റെ ആവശ്യം. റേഡിയേറ്റർ ഒരു ഷോയ്ക്ക് മാത്രം വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അത് ഉപയോഗിക്കുന്നതല്ല. അപ്പൊ ഇതിനകത്ത് ഫ്രണ്ട് ഇവിടെ വരുന്ന ഹോൺ വേറെ വെച്ചിട്ടുണ്ട്. അത് ബൈക്കിന്റെ ഹോൺ ആണല്ലേ? അതെ, ഇത് ബൈക്കിന് വരുന്ന ഹോണാണ്. ഈ ഹെഡ് ലാമ്പ് ചെറുതല്ലേ? അതെ, ഇത് ഏസിന്റെ ആണോ? ഇത് ഏസിന്റെ അല്ല, ഇത് RX100 വരുന്ന ഹെഡ്ലൈറ്റ്. അത് ഒടുമെല്ലാം ഇത് തന്നെയാണല്ലോ. അതെ അതെ. പിന്നെ ഇതെല്ലാം തകടിന് പണിതെടുത്തു. ഇത് ഫുള്ള് തകടിന് ഉണ്ടാക്കിയെടുത്താണ്. ഇതെന്താ കേട്ടോ സംഭവം? അത് ഈ ടർബോ ജീപ്പിന് ഇങ്ങനെ ഒരു ടർബോയിലേക്ക് എയർ വലിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പൊ അതിനത് ഒരു ബ്രീത്തർ പോലെ വെച്ചിരിക്കുന്ന ഒരു സംഭവം. അത് പിന്നെ ഇതും ചെറിയ ബമ്പർ അതുപോലെ ചെറുതാക്കി എടുത്തു. ബമ്പർ ചെറുതാക്കി എടുത്താണ്, ചെറുതായിട്ട് ഉണ്ടാക്കിയെടുത്തത്. അതും തകട് തന്നെയല്ലേ? തകട് തന്നെ, എല്ലാം മെറ്റല, ഫുള്ളെല്ലാം മെറ്റൽ തന്നെ. അപ്പൊ ചേസ് എങ്ങനെയായിരുന്നു? ചേസ് സ്ക്വയർ പൈപ്പ് വാങ്ങിച്ചിട്ട് ബെൻഡ് ചെയ്ത് ഇതിന്റെ ജീപ്പിന്റെ പോലെ തന്നെ ബെൻഡ് ചെയ്ത് ഡിസൈൻ ചെയ്ത്. അത് വെൽഡിംഗ് മെഷീനിൽ കട്ട് ചെയ്ത് അങ്ങനെ ചെയ്യണോ? അതോ ലേത്തിൽ കൊണ്ട് ചെയ്തോ? ഇല്ല, ഇതെല്ലാം ചെയ്തിട്ടില്ല, എല്ലാം വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഓക്കെ. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഡിഫറൻഷ്യലും കാര്യങ്ങളും എല്ലാം പഠിപ്പിക്കാൻ അങ്ങനെ. ഡിഫറൻറ്റില് അത് വാനിന്റെ ആണ് വരുന്നത്. ഒമിനിയുടെ ആണ്. അങ്ങനെ കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ട് ഇപ്പോൾ 2 ഫ്രണ്ടും ബാക്കും എല്ലാം ഇതിന്റെ തന്നെയാണ്, ഒമിനിയുടെ തന്നെയാണ്. സ്റ്റിയറിംഗ് ഏസിന്റെ തന്നെയാന്ന് തോന്നുന്നല്ലേ? സ്റ്റിയറിംഗ് നമുക്ക് തൽക്കാലം അങ്ങനെ വെച്ചെന്നേ ഉള്ളൂ. നമുക്ക് ഇതിന്റെ കിട്ടും, നമ്മുടെ മഹേന്ദ്രയുടെ തന്നെ മാക്സിമം പോലത്തെ ചെറിയ വണ്ടി, അതിന്റെ സ്റ്റിയറിംഗ് കറക്റ്റ് ആണ് അതിന്. വെച്ചിരുന്നേ ഉള്ളൂ. ചെറിയ സീറ്റ്. അതെ, കുഞ്ഞു സീറ്റ്. അതും ചേട്ടൻ തന്നെ പണിയായിരുന്നു? അതെ, ഇതെല്ലാം മൊത്തം ഇവിടെ തന്നെ ഉണ്ടാക്കിയെടുത്താ. അപ്പൊ ഇത് സീറ്റ് എങ്ങനെയായിരുന്നു? വേറെ മേടിച്ച് നിർമ്മിക്കുമായിരുന്നോ? മാരുതിയുടെ സെക്കൻഡ് വാങ്ങിച്ചിട്ട് അതിന് വീതി നീളം എല്ലാം ഫുള്ളും കട്ട് ചെയ്ത് കുഞ്ഞതാക്കി ആക്കിയിട്ട് പുഷ് ബാക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റബിൾ സീറ്റ് ആയതുകൊണ്ട് അങ്ങനെ ചെയ്ത. ബാക്കിലെ ഫുള്ള് ഉണ്ടാക്കിയെടുത്ത. ചേട്ടാ, സാറേ ഇലക്ട്രിക് വണ്ടിയിലൊക്കെ ഓട്ടോമാറ്റിക് ഗിയർ ആണല്ലോ, ഇത് ഇങ്ങനെ 4th ഗിയർ വരെ എന്തിനാ സെറ്റ് ചെയ്തേക്കണേ? അത് ആ ജീപ്പിന് അങ്ങനെയാണല്ലോ, അതിന്റെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തത്. അല്ല, അപ്പൊ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അനുസരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെയാണോ? സാധാ ഇതുപോലെ തന്നെ ഇലക്ട്രിക് ആണെന്നേ ഉള്ളൂ. ബാക്കി നമ്മൾ സാധാരണ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. എടുക്കാൻ വേണ്ടി ക്ലച്ച് ആവശ്യമില്ല, വണ്ടി റൺ ചെയ്യാനായിട്ട്. ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ മാത്രം ക്ലച്ച് വേണം. അപ്പം ടോപ്പ് 4th ഇട്ട് കഴിയുമ്പോൾ എത്ര സ്പീഡ് വരെ പോകും? 4th ഇട്ടാണ് 25 കിലോമീറ്റർ വരെ സ്പീഡിൽ പോവുക. അല്ലെങ്കിൽ സാധാരണ ഫസ്റ്റ് ഗിയർ സാധാ വണ്ടി പോകുന്ന പോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ ഇട്ടാൽ പോകുള്ളൂ. സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിലാവും. അതിന് 4th ഗിയർ വരെ ഇട്ട് കഴിഞ്ഞാൽ 25 കിലോമീറ്റർ സ്പീഡിലോടും. പിന്നെ ഹാൻഡ് ബ്രേക്ക് ബാക്കിയെല്ലാം മീറ്റർ കൺസോളിങ് എല്ലാം അതിൽ തന്നെ സ്പീഡ്. പിന്നെ ഓൾട്ടിൻ്റെ ഉണ്ട്. പിന്നെ ഇത് വെച്ചിരിക്കുന്ന വെച്ചാൽ വണ്ടിയിലേക്ക് ഇങ്ങോട്ട് തിരിച്ച് എത്ര ആംപിയറിൽ കറണ്ട് കയറുന്നുണ്ടെന്ന് അറിയാനായിട്ടാണ്. പിന്നെ ഇത് ചാർജിങ്ങിന് എത്ര വോൾട്ട് ഉണ്ടെന്ന് അറിയാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് റേഞ്ച് ഒന്നും കാണിക്കില്ല. ബാറ്ററി എത്ര പെർസെന്റ് ആണെന്ന് ബാറ്ററി പെർസെന്റേജ് കാണിക്കുള്ളൂ. ഓക്കെ. ബാക്കിലേക്ക് വരുമ്പം അതുപോലെ തന്നെ സ്റ്റെപ്പിനെയും ചെയ്തിട്ടുണ്ട്, പടുതായൊക്കെ അതുപോലെ തന്നെ അല്ലേ? കുഞ്ഞു സീറ്റുകൾ. ഇവിടെയും ബെഞ്ച് സീറ്റ് 2 ചെയ്തു. മടക്കാവുന്ന ടൈപ്പാണ്, ഫുള്ള് അഡ്ജസ്റ്റബിൾ മടക്കാവുന്ന ടൈപ്പാണ്. ചെറിയ ആളുകൾക്ക് കയറി ഇരിക്കാം അല്ലേ? അല്ല, ഇരിക്കാനുണ്ട്, ഇവർക്ക് ഇരിക്കാൻ പറയില്ലോ. എനിക്ക് കയറാൻ പറ്റുമോ? നോക്കട്ടെ. ഇരിക്കാന്ന് പിന്നെ ആർക്കും ഇരിക്കാൻ പറ്റും. ഇതുമായിട്ട് ആരിലേക്ക് കയറ്റി എവിടെയൊക്കെ പോയിട്ടുണ്ടോ? അതായത് പറമ്പിൽ കൂടെ തന്നെ ഓടിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇതിൽ ഫുള്ള് ആൾക്കാരായിട്ട് പോയിട്ടുണ്ട്. 6 പേര് 7 പേര് കയറി ഇരുന്നിട്ട് വലിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് വലിച്ചോളാം. മോട്ടർ എവിടെയാ പ്ലേസ് ചെയ്തിരിക്കുന്നത്? അടിയിൽ തന്നെയാണ്. അടിയില്ല തന്നെ. ഇതും ജീപ്പിന്റെ തന്നെയല്ലേ? ഇൻഡിക്കേറ്റേഴ്സും ജീപ്പിന്റെ തന്നെ വെച്ചേക്കോ? അപ്പൊ എല്ലാം മൊത്തത്തിൽ ചേട്ടന്റെ കൈപ്പണിയാണ്. അതെ, ചവിട്ടുപടി എല്ലാ സാധനം ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പൊ ഇത് റെഫറൻസ് എടുത്തുകൊണ്ടാണ് പണിയുന്നത് മൊത്തം. ഈ ജീപ്പ് നോക്കിയാൽ അതെ ഫുൾ ടൈം പണിതുകൊണ്ടിരുന്നത്. അതെ. ഇതിപ്പോ ഇനി ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ വിൽക്കുവോ? ആവശ്യക്കാരുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. ഒത്തിരി പേര് എന്നെ വിളിച്ചായിരുന്നു. ആണല്ലേ? പിന്നെ ഇത് എല്ലാരും പിള്ളേർക്ക് വേണ്ടി ചോദിച്ചേ. എല്ലാവർക്കും വേണ്ടി ആകുമ്പോൾ ഇതിൽ ഇച്ചിരി ചെറുതാക്കാം ഇനി. നമുക്ക് ചെറുതാക്കുമ്പോ സീറ്റൊക്കെ അതുപോലെ ചെറുതാക്കി എടുക്കേണ്ടി വരില്ലേ?
അതിനിപ്പോ രണ്ടുപേർക്ക് ഇരിക്കാവുന്ന രീതിയിൽ അങ്ങ് തീരെ കുഞ്ഞിതാക്കി ചെയ്യാലോ. പിള്ളേർക്ക് ഒരു 8 വയസ്സ് തൊട്ട് 10-15 വയസ്സ് വരെയൊക്കെ ഓടിക്കാൻ പാകത്തിനുള്ള അങ്ങനത്തെ ഉണ്ടാക്കി എടുക്കാം. ചേട്ടന് ജോലി എന്താ ചെയ്യുന്നത് അല്ലാത്തപ്പോ ഇതല്ലാത്ത സമയത്ത്? ഇതല്ലാത്ത സമയത്ത് ഞാനിപ്പോ ഇവിടെ ഒരു വർക്ക്ഷോപ്പ്, പെയിന്റിങ്ങിന്റെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന് ഇവിടെ നിൽക്കുക. ഇത് കണ്ടിട്ട് നാട്ടിലുള്ളവരൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞത്? എന്താ നാട്ടിലുള്ളവരെല്ലാരും നല്ല സഹകരണമാണ്. എന്നോട് ഭയങ്കര ഇതാണ്, വണ്ടി ഭയങ്കര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് ആൾക്കാർ കാണാനൊക്കെ വരുന്നുണ്ട്. ഇനി ഇങ്ങനെ പറഞ്ഞ പണിയണമെങ്കിൽ ഏകദേശം എത്ര സമയം എടുക്കുമായിരിക്കും? ചെറുത് പണിയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ പണിതുള്ള എക്സ്പീരിയൻസ് വെച്ച് ഒരു മാസം 45 ദിവസം കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഫുൾ ഉണ്ടാക്കിയെടുക്കാം. ഇത്രയും തന്നെ തുക വരുമോ ഏകദേശം? ഇത്രയും തുക വരികയില്ല. ആദ്യത്തെ അതാണ്ടാണ് അത്രയും തുക വരുന്നത്. ഒത്തിരി എക്സ്പെൻസ് കൂടുതലല്ലേ ആവുള്ളൂ ആദ്യത്തെ ആകുമ്പോൾ. ഇനി അത്ര പൈസ ഒന്നും ആവത്തില്ല.